കോഴിക്കോട് പന്തീരങ്കാവ് പാലാഴിയിൽ ഫ്ളാറ്റിൽ നിന്ന് വീണ് 7 വയസ്സുകാരൻ മരിച്ചു. ലാൻഡ്മാർക്ക് ഫ്ളാറ്റിൽ താമസിക്കുന്ന മുഹമ്മദ് ഹാജിഷിന്റെ മകൻ ഇവാൻ ഹിബൽ ആണ് മരിച്ചത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താർ. വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ ഞാൻ കണ്ടത്. ഒരു ചെറിയൊരു കുട്ടി, 7 വയസ്സുള്ളൊരു കുട്ടി, ഇവാൻ ഹിബൽ എന്ന പേരുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയാണ് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തുള്ള ലാൻഡ്മാർക്കിലെ വലിയ ഫ്ലാറ്റ് സമുച്ചയമാണ്. അതിൻ്റെ ഒരു 7ാം നിലയുടെ മുകളിൽ നിന്ന് കളിക്കുന്നതിനിടെയാണ് അത്ര ഈ കുട്ടി താഴേക്ക് വീണത്. ആ കുട്ടി മരണപ്പെട്ടു. ഇന്നലെ റമദാൻ നോമ്പറക്കൽ കഴിഞ്ഞിട്ട് തറാവീഹിൻ്റെ കുറച്ച് മുൻപായിട്ടാണ് ഈ അപകടം നടന്നതിന് ഉമ്മ ഈ അപകടം അറിഞ്ഞതേ ഇല്ല. കാരണം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണാം ആ ഒരു ബാൽക്കണി, ആ ബാൽക്കണിൻ്റെ മുകളിൽ നിന്നിട്ട് ആ കുട്ടി കളിക്കുന്നപ്പോൾ അവിടെ കൈവരിയുണ്ട്, പക്ഷികൾ വരാതിരിക്കാനുള്ള നെറ്റ് കെട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്ങനെയോ ആ കുട്ടിനേക്കാളും ഉയരത്തിലുള്ള ഇതാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിയില്ല. കുട്ടി താഴേക്ക് വീഴുകയുണ്ടായത്. ശബ്ദം കേട്ട് സെക്യൂരിറ്റി ഓടി വന്നപ്പോൾ കാണുന്ന ഒരു കാഴ്ച, ആ പുല്ലുകൾക്കിടയിലേക്ക് ആ പൊന്നുമോന് വീണൊരു രംഗമാണ്. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ സമയം ഉമ്മ ചെറിയ കുട്ടിയുമായിട്ട് ബാത്റൂമിലായിരുന്നു. ഈ മകന് വീണത് ആ ഉമ്മ അറിഞ്ഞിരുന്നില്ല. താഴത്തെ ബഹളം കേട്ടപ്പോഴാണ് ഇത് തങ്ങളുടെ കുട്ടിക്കാണ് ഈ അപകടം സംഭവിച്ചത് പോലും അവരറിയുന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ആ പൊന്നുമോൻ നാളെ സ്വർഗത്തിലെ രാജകുമാരനാണ്. കാരണം ഈ ഒരു മാസം, വിശുദ്ധമായ മാസം, പാപമോചനത്തിൻ്റെ പ്രത്യേക 10ൻ്റെ ഒരു ദിവസം, അതും പരിശുദ്ധ റമദാനിൻ്റെ പുണ്യകരമായ രാത്രിയിൽ ആണ് ഈ കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചത്. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവർക്കും മരണം വരുന്ന ഉറപ്പാണ്. പക്ഷേ അത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇന്നലെ സെക്രട്ടറിയാണ്. ഇന്നലെ രാത്രി ഏകദേശം 8 മണിക്കാണ് സംഭവിച്ചത്. ഇവിടെ സെക്യൂരിറ്റി നിൽപ്പുണ്ടായിരുന്നു. സെക്യൂരിറ്റി ഒരു ഒച്ച കേട്ടിട്ട് ഓടി ചെന്നപ്പോഴത്തേക്കാണ് ഇത് കാണുന്നത്. ഉടൻ തന്നെ നമ്മൾ ഫ്ലാറ്റിലേക്ക് എത്തി, അവരെ വിളിച്ചു. അവരും ഫ്ലാറ്റിലുള്ള ഉമ്മയൊന്നും വിവരം അറിയില്ലായിരുന്നു. ഉമ്മ മോൻ്റെ അടുത്ത് കിടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇളയ മോളെയും കൊണ്ട് ബാത്റൂമിൽ പോയതായിരുന്നു. അപ്പോഴാണ് സംഭവിച്ചത്. ഈ ബാൽക്കണിക്ക് നല്ല ഹൈറ്റുള്ള കൈവരി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ അബദ്ധം സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. ഉടൻ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേങ്കിൽ അപ്പോഴത്തേക്കും മരണം സംഭവിച്ചിരുന്നു. മുകളിൽ ഈ പക്ഷികളൊക്കെ വരുന്നതിനുള്ള നെറ്റ് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതും പൊട്ടിയിട്ടാണ് താഴത്തേക്ക് പതിച്ചിട്ടുള്ളത്. അപ്പോൾ ആ മുകളിൽ ആ നെറ്റ് തൂങ്ങിക്കിടക്കുന്ന ഭാഗത്തായിരുന്നു അവൾ റൂം. 7ാം നിലയാണ്. ഗ്രൗണ്ട് ഫ്ലോർ വെച്ച് നോക്കുമ്പോൾ 7ാം നിലയുടെ ഉയരമുണ്ട്. താഴേക്ക് വീഴുകയായിരുന്നു കുട്ടി. രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. കോഴിക്കോട് നല്ലളം സ്വദേശിയാണ് ഈ മുഹമ്മദ് ഹജീഷ്. അവരുടെ മകനാണ് ഇവാൻ ഹിബൽ എന്ന 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സുകാരൻ. ഇപ്പോൾ ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഈ അപകടം നടന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചൊരു വിവരം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു കുടുംബത്തെക്കുറിച്ചൊക്കെ അറിയാവുന്ന വിവരങ്ങളുണ്ടെങ്കിൽ ഒന്ന് താഴെ പങ്കുവെക്കണം. ഒരു മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ, അതും ചെറിയ കുട്ടികളായിട്ട് നമ്മുടെ മക്കൾ, പുന്നാര മക്കൾ മരണപ്പെടുക എന്നുള്ളത് അള്ളാഹു അത്തരമൊരു പരീക്ഷണം നമുക്കാർക്കും നൽകാതിരിക്കട്ടെ. ഓരോ റമദാനിലും ഈ ഒരു 7 വയസ്സായ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നോമ്പെടുക്കാൻ ആഗ്രഹമുള്ള പകുതി നോമ്പ് നോൽക്കുന്ന കുട്ടികളായിരിക്കും. ആ കുട്ടികളുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ പെരുന്നാൾ ഡ്രസ്സ്, സന്തോഷങ്ങൾ, വീട്ടിൽ ഉമ്മമാനൊക്കെ പോയിട്ട് കാണാം, വീട്ടുകാരെ പോയിട്ട് കാണാം, അങ്ങനെ 1000 സ്വപ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെ കാണാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന്, എത്ര വലിയ ഫ്ലാറ്റിൽ നിൽക്കുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോരോ അപകടങ്ങൾക്കുള്ള സാധ്യതയുള്ളൊരു കാലമാണ്. ഇപ്പോൾ ഈ ഒരു ഫ്ലാറ്റിൽ ഇത്തരം കൈവരികളൊക്കെ നന്നായിട്ട് ഉയർത്തിക്കെട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇപ്പോൾ ഗൾഫിലാണെങ്കിലും ഇങ്ങനെ ഫ്ലാറ്റിൽ നിന്നൊക്കെ കുട്ടികൾ കളിക്കുന്നതിനിടെ ബാൽക്കണിയിൽ നിന്ന് വീഴുന്ന പല അപകടങ്ങളും നമ്മൾ കാണലുണ്ട്. സാധാരണ അതിൻ്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടൊരു കൃത്യ ഒരു ബാൽക്കണിയിലൊക്കെ ഒരു കൈവരികളുണ്ടാവും. പക്ഷേ ആ കൈവരികൾക്കപ്പുറം നമ്മൾ പറയുമല്ലോ, പടച്ച റബ്ബിൻ്റെ ഒരു വിധി, അതൊരിക്കലും നമുക്ക് തടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അവിടെ എത്രയോ ഫ്ലാറ്റുകളുണ്ട്, ആ ഫ്ലാറ്റുകളിലൊക്കെ എത്രയോ കുട്ടികളുണ്ട്. പക്ഷേ ഇതിങ്ങനെയാണ് സംഭവിച്ചത്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. അതുമാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ലാൻഡ്മാർക്കിലെ അബാക്കസ് ഫ്ലാറ്റിലാണ് ഈ ഒരു അപകടം നടന്നത്. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഭൂമിയിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ കുളത്തിൽ കുട്ടികൾ വീണിട്ടും ബക്കറ്റിൽ കുട്ടികൾ വീണിട്ടും ഈ അടുത്ത് തന്നെ ചായ, കുട്ടികളുടെ മേത്തേക്ക് ചൂടുള്ള ചായ പൊള്ളിയിട്ടും ഇങ്ങനെ ഓപ്പറേഷൻ തെറിച്ച് വീണിട്ടും അങ്ങനെ ഓരോ രീതിയിലുള്ള അപകട മരണങ്ങളുടെ വാർത്തകൾ കാണലുണ്ട്. കുട്ടികളുടെ മരണമാണ് നമുക്ക് വലിയ സങ്കടമാണ്. ഞാനപ്പോൾ ഈ അപകട മരണം കണ്ടപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയിലേക്കാണ് എൻ്റെ മുഖം വന്നത്. കാരണം ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കില്ല, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി. എപ്പോഴും പറയും അപകടം വരുന്ന സാധ്യത ഉണ്ട്. പക്ഷെ അങ്ങനത്തെ കളിക്കുന്നൊരു പ്രായത്തിലുള്ളൊരു മക്കൾ
നമ്മുടെ കൺമുന്നിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടതിനെ കഫംപുടയിൽ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു കാഴ്ച ഒരു മാതാപിതാക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. നമ്മളെല്ലാവരും ആ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ക്ഷമ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഇന്നലെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നിന്ന് ഒരു അജ്മീറിലേക്ക് സിയാറത്തിന് പോയ ഒരു ഉസ്താദ് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടൊരു വാർത്ത സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിരുന്നു. രാജസ്ഥാനിലെ ജംഷഡ്പൂരിലാണ് ബൈക്ക് അപകടത്തിൽ ഈ ഒരു ഉസ്താദ് മരണപ്പെട്ടത്. വളാഞ്ചേരി കിഴക്കേതര പാലറ ഷൗക്കത്ത് അലിയുടെ മകനാണ് ഷെഫീഖ് അലി എന്ന 24 വയസ്സേ ഉള്ളൂ. ഇദ്ദേഹം ഒരു യൂട്യൂബർ കൂടിയാണ്. എനിക്കറിയില്ലായിരുന്നു ഈ ഒരു ഷെഫീഖ് അലി ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടുമായിട്ട് കഴിഞ്ഞ 28-നാണ് ഒരു പൾസർ ബൈക്കിൽ കാശ്മീരിലേക്ക് പോയത്. യാത്രയെ ഇഷ്ടപ്പെടുന്ന, അതിനൊക്കെ ഒരു സാഹസികമായിട്ട് കണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒരു 10:30 രാജസ്ഥാനിലെ ജംഷഡ്പൂരിനടുത്ത് ഒരു നായ ബൈക്കിന് കുറുകെ ചാടിയിട്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് സുഹൃത്ത് അറിയിച്ചത്. അജ്മീരിലേക്കുള്ളൊരു യാത്രയിലായിരുന്നു. അങ്ങനെ ബൈക്കിൽ നിന്നും റോഡിലേക്ക് തെറിച്ച് വീണിട്ട് തലക്ക് ഗുരുതരമായൊരു പരിക്കേറ്റു. അങ്ങനെ കോയമ്പത്തൂരിലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിനിടെ ഇന്നലെ രാവിലെ 6:30 ഈ ഒരു ഉസ്താദ് മരണപ്പെട്ടത്. ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല. അദ്ദേഹം എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളാണോ, അതല്ല ബിരുദമൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു ഉസ്താദാണോ? ഏതായാലും റമദാൻ മാസത്തിലാണ് ഈ ഒരു മരണം. അപകട മരണമാണ്. നമ്മളെല്ലാവരും നമ്മുടെ യാത്രയിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഇരുചക്രവാഹനം എന്ന് പറഞ്ഞാൽ ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു യാത്രാ മാർഗമാണ്. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ എവിടെ പോവുകയാണെങ്കിലും പരമാവധി സ്പീഡ് കുറച്ചിട്ട് നമ്മുടെ യാത്ര ശ്രദ്ധിച്ചാൽ പരമാവധി അപകടങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഏതായാലും ആ ഒരു ഉസ്താദിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഖബറടക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ വിവരങ്ങൾ പങ്കുവെക്കണം. അതോടൊപ്പം ഞാനിന്നൊരു ചെറിയ ചരിത്രം, ഞാൻ ഈ പരിശുദ്ധ റമദാനായതുകൊണ്ട് ഞാൻ പറയാം. ഹബീബ ഈ ഒരു വിഷമവുമായിട്ട് ബന്ധപ്പെട്ട്, ഇങ്ങനെ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ടതിന് പരിഹാരമായിട്ട് കേൾക്കേണ്ടുന്നൊരു ചരിത്രമാണ്. ഹബീബായ നബിയോട് എപ്പോഴും നബിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തൊരു സേവകനുണ്ടായിരുന്നു. സൗബാൻ എന്നായിരുന്നു ആ ഒരു സ്വഹാബിയുടെ പേര്. ഒരു യുവാവാണ്. സൗബാൻക്ക് ഹബീബായ നബിയെ ഭയങ്കര ഇഷ്ടമാണ്. നബിനെ എപ്പോഴും കാണണം. നബിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും, വസ്ത്രം മടക്കി കൊടുക്കുന്നത്, ഹബീബായ നബിക്ക് വേണ്ടിയുള്ള ഒരു എന്ത് സേവനങ്ങൾ ചെയ്യാനും സൗബാൻ തയ്യാറായിരുന്നു. അങ്ങനെ സൗബാൻ ഒരു ദിവസം നബിയെ കണ്ടപ്പോൾ സൗബാൻ്റെ മുഖമാകെ മാറിയിരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയിലാണ്, ഭയങ്കര ക്ഷീണിതനാണ്. ഹബീബായ നബി ചോദിച്ചു, എന്താ സൗബാനെ, നിനക്ക് എന്തു പറ്റി? നീ ആകെ നിറം മാറിയല്ലോ, നിൻ്റെ ശരീരത്തിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടല്ലോ, നിനക്ക് എന്താണ് പ്രയാസം? എന്നോട് പറയൂ, ഇവിടെ നിന്ന് വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഹബീബായ നബിയുടെ കാരുണ്യത്തിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞു, ഹബീബായ നബി, എനിക്ക് അങ്ങയോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. അങ്ങയോട് എനിക്ക് എത്ര ഇഷ്ടമെന്ന് പറയാൻ എനിക്കതിൻ്റെ സങ്കല്പിക്കാൻ കഴിയില്ല. ഈ ലോകത്തിൽ നിന്ന് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒന്ന് ഹബീബായ നബിയെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ നബി ചോദിച്ചു, ഇപ്പം എന്താ നിൻ്റെ സങ്കടം? നിനക്കെന്നെ കാണാലോ, എത്ര വേണമെങ്കിലും കാണാലോ, പിന്നെ നീ എന്തിനാ അപ്പം ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ യുവാവിൻ്റെ ഒരു മറുപടി ഇങ്ങനെയായിരുന്നു, ഹബീബായ നബിയെ, അങ്ങ് മരണപ്പെട്ടു പോയാൽ അങ്ങ് സ്വർഗത്തിൽ പ്രവാചകന്മാരുടെ കൂടെയുള്ള ഉന്നതമായ സ്ഥാനം കൊണ്ട് അള്ളാഹു അലങ്കരിക്കും. ആ സമയത്ത് ഞാനെന്നൊരു പാപിയായ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കങ്ങയെ കാണാൻ കഴിയുമോ? ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം. അതായത് പ്രവാചകനെ പോലെയുള്ള ആളുകൾ മരണപ്പെട്ടാൽ പ്രവാചകന്മാരുടെ സ്ഥാനത്താണ്. എന്നെപ്പോലെയുള്ള സാധാരണക്കാർ മരണപ്പെട്ടാൽ പിന്നെ എനിക്ക് അങ്ങയെ കാണാൻ കഴിയുമോ? അത്രമേൽ പ്രവാചകനോടുള്ള അനുരാഗമുള്ളൊരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു വേദനയുടെ സങ്കടം ഇത് കേട്ടപ്പോൾ ഹബീബായ നബി എന്ത് മറുപടി പറയണമെന്നറിയാതെ സങ്കടപ്പെട്ടു പോയി. കാരണം എന്താണ് മറുപടി പറയേണ്ടത്? ആ സമയത്താണ് വിശുദ്ധമായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിറങ്ങിയൊരായത്തിറങ്ങുന്നത്. സന്തോഷവാർത്ത അറിയിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുന്ന ആളുകൾക്ക് ആ സ്ഥാനം, സ്വർഗത്തിലും ആ സ്ഥാനം ഹബീബായ നബിയോടൊപ്പം ഉണ്ടാകുമെന്ന ഖുർആനായത്തിറങ്ങുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഹബീബായ നബിയോടുള്ള സ്നേഹത്തിൽ നമ്മൾ മത്സരിക്കുക. നമ്മുടെ മക്കൾ മരണപ്പെട്ടാലും നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടാലും അവരോടൊപ്പം നമ്മളും ഹബീബായ നബിയോടൊപ്പം ഉണ്ടാവാൻ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. റമദാൻ മാസത്തിൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന അത്ര സ്വലാത്തുകൾ നമ്മൾ ചെല്ലുക. എത്ര സ്വലാത്തുകൾ കൊണ്ടാണോ ഞാൻ ഈ ഒരു വിഷയം ഞാൻ പറയാൻ കാരണം എൻ്റെ ഗുരുനാഥനെ പഠിപ്പിച്ചൊരു സംഭവമാണ് ഞാൻ എന്നീ പങ്കുവച്ചത്. നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ ഇതിനു മുൻപ് ഈ ഒരു സൗബാൻ എന്ന പേരുള്ള ഈ സ്വഹാബിയുടെ ചരിത്രം കേട്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഗുരുനാഥനെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര കണ്ട് ഹബീബായ നബിയോട് ഇഷ്ടപ്പെടുന്നോ സ്വലാത്തുകൾ ചൊല്ലുക എന്നുള്ളതാണ് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു അടയാളം. മറ്റൊന്ന് നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിക്കുക എന്നുള്ളതാണ്. നല്ല അനുസരണയുള്ള അച്ചടക്കമുള്ള ആളായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും
നമ്മൾ ഹബീബ നബിയുടെ പേരിൽ പരമാവധി സ്വലാത്ത് ചൊല്ലുക. പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ നമ്മളുടെ പ്രിയപ്പെട്ട ആളുകളൊക്കെ ഹബീബ നബിയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ മരണപ്പെട്ടു പോയ കുട്ടിക്കും അതേപോലെ ഉസ്താദിനും വേണ്ടി ദുആ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.